ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണ്. ഏട്ടൻ മലയ്ക്ക് പോകുന്നുണ്ട്, ഇന്നല്ല അടുത്ത ദിവസം. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ 3 പേരും കൂടി ബൈക്കിനാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ വഴി. നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള കുമരകം ശ്രീകുമാരമംഗലം അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ കുമരകം റോഡ്, അതായത് കുമരകം ടു കോട്ടയം പോകുന്ന റോഡാണിത്. ഇതുവഴി ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്ക്. നല്ല രസമാണ് ഈ വഴിയൊക്കെ കാണാനായിട്ട്, കാരണം ചുറ്റും ഒത്തിരി തണൽ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും നമ്മൾ പുത്തനമ്പലം എന്നാണ് പൊതുവെ പറയാറുള്ളത്, കുമരകംകാരെല്ലാവരും തന്നെ. മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നമുക്ക് ഒത്തിരി എപ്പോഴും മിക്കവാറും തന്നെ നമ്മൾ ഈ അമ്പലത്തിൽ വരാറുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ തൊട്ടടുത്ത അമ്പലമാണ് ബാലമുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് നമ്മുടെ കാണിക്കവഞ്ചിയാണ്, മയിലിൻ്റെ ഒരു രൂപമൊക്കെ കൊടുത്തിട്ടുള്ളൊരു കാണിക്കവഞ്ചിയാണ്. നമ്മുടെ ദാക്കുട്ടൻ എപ്പോൾ പോയാലും ഫസ്റ്റ് ഓടി ചെല്ലുന്നത് ഈ മയിലിൻ്റെ അടുത്തേക്കാണ്. നമ്മൾക്ക് ഇന്ന് തൊഴുതിട്ട് പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരേണ്ടതുണ്ട്, കാരണം ഇപ്പോൾ കണ്ടില്ലേ ഒരു ഡെക്കറേഷൻ, നമുക്കൊരു കല്യാണമുണ്ട്. ഈ സെയിം അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് ആ കല്യാണം. ദാക്കുട്ടിന് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ വന്നാൽ ഓടിക്കളിക്കാൻ. ആൾ ഫ്രണ്ട് ഓടി പോവാണ് അങ്ങോട്ട്, നമ്മൾ രണ്ടുപേരും പുറകെ പതുക്കെയാണ് നടന്ന് ചെല്ലുന്നത്. പുള്ളി അങ്ങ് അറ്റത്ത് ചെന്ന് നിന്നിട്ട് നമ്മളെന്തോ കോക്രിയൊക്കെ കാണിക്കുന്നുണ്ട് കൈയൊക്കെ കൊണ്ട്. നമ്മളൊരു 9:30 ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. ആളിതാ പിന്നെ എന്തൊക്കെയോ കോക്രി കാണിച്ചിട്ട് പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 തവണ പ്രദക്ഷിണം വെക്കേണ്ടതിന് ആൾ 3-4 തവണയാണ് അതുവഴി ഓടിക്കളിച്ചത്. ഇതാണ് SKM സ്കൂള്, അതായത് ശ്രീകുമാരമംഗലം സ്കൂളാണിത്. ഇവിടെയാണ് നമ്മൾ രണ്ടുപേരും, അതായത് ഞാനും ഏട്ടനും പഠിച്ചത് ഈ സ്കൂളിൽ തന്നെയാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് +2 പഠിച്ചത്. ഒരേ ക്ലാസ്സിലിരുന്നാണ് നമ്മൾ രണ്ടുപേരും പഠിച്ചത്. ദാക്കുട്ടൻ മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇടിയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കുന്നു ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊരു നാരങ്ങാവെള്ളം പോയി കുടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ, അത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ അച്ചാർ ഐസൊക്കെ വാങ്ങിച്ചിട്ടുള്ളൊരു കടയാണ്. ചേട്ടൻ നമ്മളെ അറിയാം. ആ കടയിലേക്ക് നമ്മൾ നാരങ്ങാവെള്ളം വാങ്ങിക്കാൻ പോവുകയാണ്. നാരങ്ങാവെള്ളം വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഏട്ടൻ ആ പണ്ടത്തെ ഐസ് ഉണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഉണ്ടെന്ന്. അന്ന് 1 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഐസാണ് ഇന്ന് 10 രൂപയ്ക്കാണ് അത് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ ഒരു ഐസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന നാരങ്ങാവെള്ളമാണ്, ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കലക്കി തരുന്നതല്ല. എനിക്ക് ഈ നാരങ്ങാവെള്ളം ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ദാ ഐസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഐസ്, മുന്തിരിയുടെ ഐസാണെന്ന് തോന്നുന്നു. മുന്തിരിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നു. ഏട്ടനാണത് വാങ്ങിച്ചെങ്കിലും ഇത് മൊത്തം കഴിച്ചിരിക്കുന്നത് നമ്മുടെ ദാക്കുട്ടനാണ്. ആൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏട്ടൻ ഒത്തിരി തവണ ചോദിക്കുന്നുണ്ട് എനിക്കും കൂടി താന്ന്. ലാസ്റ്റ് ഏട്ടൻ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തത് കാണിച്ചു തരാം. ഒന്നും കിട്ടിയില്ല. അന്ന് അത് ഇങ്ങനെ വെച്ചിട്ട് കൂടിയാണ്, ഇങ്ങനെ മേലോട്ട് നോക്കി. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടണ്ട. ഇങ്ങോട്ട് വാ. നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു, കാരണം നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. അങ്ങനെ കുറച്ച് സമയം ഇരുന്ന്. കൊച്ചവിടെ ഭയങ്കര ഓടിക്കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, ആ സിപ്പപ്പൂ ഒക്കെ കഴിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുക്കൻ തന്നിട്ടില്ല. എടുത്ത് ആടാ ഒന്നും അച്ചയ്ക്ക് ഇതാക്കില്ല. ഇങ്ങോട്ട് വാ. ഇല്ലെന്നോ അച്ചയ്ക്ക് ഇവിടെ ഒന്ന് താടാ. നീ തരാവോ? തരത്തില്ലേ? അതിനാ തരത്തില്ലാത്തത്. ആണ്ട മുഖത്തെ ചന്ദനമൊക്കെ അങ്ങോട്ട് ഇതായി. ഇങ്ങോട്ട് വന്നേ. അച്ഛ ഇത് റെഡിയാക്കി തരാം. അച്ഛ റെഡിയാക്കി തരാം. ആണ്ട ഉള്ളതും കൂടെ പോയി. ചോര. അതാണ് ഞാൻ അതുകൊണ്ട് ഇതേ ചെറുക്കം കൊണ്ട് തന്നടി. ഇത് കവർ മാത്രമുള്ളല്ലോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ നമ്മൾ ഈ സാധനം കണ്ടു. ഇത് ഒളോലിക്ക എന്നാണ് ഇവിടെ പറയുന്നത്, ചില സ്ഥലത്ത് റൂപ്പിക്ക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിറച്ച് ആരും ഇല്ലാത്തൊരു വീടാണെങ്കിലും ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അപ്പം നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ ഒരു കവറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവിടുന്ന്. ഒത്തിരി നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കാൻ, അച്ചാറിടാനൊക്കെ നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ റെഡ് കളറിൽ ഒത്തിരി ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കി നോക്കി പറിക്കുകയാണ് ഞങ്ങൾ 3 പേരും. ആള് ഇവിടെ കൂടൊക്കെ പിടിച്ച് നിപ്പുണ്ട്. നമ്മൾ പറിച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കും. കണ്ടോ, അങ്ങനെ റെഡ് കളറിലേക്ക് പറിച്ച് ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വ്ളോഗ് അത്രയേ ഉള്ളൂ. താങ്ക്